ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു മേക്കപ്പ് ലുക്കാണ് ചെയ്യണം. അത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ്. ഒരു നോ മേക്കപ്പ് ലുക്ക്, ഗ്ലോയി മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയാം നമുക്ക്. അത്ര എനിക്കിഷ്ടമായൊരു മേക്കപ്പ്. അപ്പോൾ പിന്നെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാനിവിടെ ലിപ് ബാമാണ് യൂസ് ചെയ്യണത്. ലിപ് ബാം ബോഡി ഷോപ്പിൻ്റെ ആണ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോണറാണ് യൂസ് ചെയ്യണത്. അത് സ്പ്രേ ബോട്ടിലുള്ളതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ അല്ലാത്ത ബോട്ടിലിനെക്കാട്ടും പ്രിഫർ ചെയ്യണത് ടോണേഴ്സ് സ്പ്രേ ബോട്ടിലാണ്. അത് കഴിഞ്ഞ് ഒലയുടെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ മോർണിംഗ് റുട്ടീനിലെ മെയിൻ ഒരു മാറ്റാൻ പറ്റാത്തൊരു ഐറ്റം എന്ന് പറയാം. അത്ര ഇഷ്ടമാണ്. നമ്മുടെ സ്കിൻ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ലൈക്ക് 3-4 മന്ത്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഡിഫറൻസ് നമ്മുടെ സ്കിന്നിന് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് പറ്റുവാണെങ്കിൽ എല്ലാവർക്കും സെയിം റിസൾട്ട് വരില്ല. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്ത് പ്രോഡക്റ്റ് നിങ്ങൾ ട്രൈ ചെയ്താലും എപ്പോഴും കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു ബോട്ടിൽ കഴിയുമ്പോൾ തന്നെ നിർത്താം. അങ്ങനെയൊന്നുമല്ല. ഒരു 4-5 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മൾക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റണത്. പിന്നെ ഈ ഒരു സൺസ്ക്രീനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ എപ്പോഴും ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ മാറ്റും, പക്ഷേ ഇവിടെ സമ്മർ ആയതുകൊണ്ട് കറൻ്റ്ലി ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഇതാണ്. പിന്നെ ഞാൻ കുറേ മേക്കപ്പ് ബ്ലോഗും മേക്കപ്പ് സീരീസൊക്കെ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പ്ലേ ലിസ്റ്റിൽ ചെക്കൗട്ട് ചെയ്യാം. പിന്നെ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും നോക്കാം. ലിപ് സീരീസ്, മേക്കപ്പ് ബ്ലോഗ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ ഇത് ഫേസിലും നെക്കിലും പിന്നെ ഹാൻഡ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് സൺസ്ക്രീൻസ്. ഹാൻഡ്സിൽ ഞാൻ വേറൊരു ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നീട് കാണിക്കാം. പിന്നെ ഞാൻ ഐബ്രോ ആണോ ഒന്ന് സെറ്റ് ആവണത്. ഞാൻ ഈ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യണത്. ബിക്കോസ് ഇത് ഭയങ്കര ടൈനി ആയതുകൊണ്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് ഐബ്രോ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റണ പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്യണത് മാക്കിൻ്റെ ഒരു സ്റ്റോപ്പ് ക്രീമാണ്. അപ്പം മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീം എങ്ങനെ ഇന്ന ബ്രാൻഡൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് സ്റ്റോപ്പ് ക്രീം ആണെങ്കിലും യൂസ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഹൈലൈറ്റർ വന്നത് ലൈവ് ടിൻറ്ററിൻ്റെ ഒരു ഹൈലൈറ്ററായിട്ട് ഞാൻ യൂസ് ചെയ്യണത്. ഇത് നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട, ഇത് മാത്രം യൂസ് ചെയ്താൽ നമ്മുടെ ഗ്ലോയി മേക്കപ്പിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി, പ്രത്യേകിച്ച് ഈവനിങ് ഒക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പം ശരിക്കും ഇത് നോ മേക്കപ്പ് ലുക്കിന് പറ്റും. കാരണം നമ്മുടെ സ്കിൻ നല്ല ഗ്ലാസ് ഫിനിഷൊക്കെ തന്നെ ഒരു മേക്കപ്പ് തരാറുണ്ട് ഈ ഒരു ഹൈലൈറ്റർ. അപ്പോൾ ഹൈലൈറ്റർ നിങ്ങൾക്ക് ഞാൻ എന്തായാലും എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എന്ത് പ്രോഡക്റ്റ്സ് കുറേ മാറി യൂസ് ചെയ്യാറുണ്ട്. പലതും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അതിലേറ്റവും എൻ്റെ എന്താ പറയുക, മേക്കപ്പ് ബാഗിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. എൻ്റെ ഈ ഒരു ഹൈലൈറ്റർ ഞാനത് എല്ലാവരോടും പറയാറുണ്ട്. എന്നെ അറിയാവുന്ന ഫ്രണ്ട്സും കസിൻസൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. കുറച്ച് അഫോർഡബിൾ റേഞ്ചിൽ വന്ന ഐറ്റംസ് അല്ല കേട്ടോ. പിന്നെ അഫോർഡബിൾ ആയിട്ട് ഞാൻ ചെയ്യാൻ നോക്കാം. കാര്യം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്ട്സും അല്ലാതെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അതുകൊണ്ട് അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു മേക്കപ്പ് ലുക്ക് അല്ലായിരിക്കും ഞാൻ മിക്കതിലും ചെയ്യണത്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പറയാം. പിന്നെ ഞാൻ യൂസ് ചെയ്യണ പ്രോഡക്റ്റ് പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്ട്സ് മാത്രമേ ഞാൻ ചെയ്യാറില്ല. അല്ലാതെ ഞാൻ യൂസ് ചെയ്ത് ഇഷ്ടപ്പെടാതെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും ഞാൻ ഒന്നും പറയാറില്ല കേട്ടോ. അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്യാം. ഒരാൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പം. അപ്പം നിങ്ങൾക്കും ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടവർക്ക്, ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാം കേട്ടോ. പിന്നെ ഞാൻ ബ്ലഷ് എന്ന് പറയുന്നത് ഈ ഒരു ടിൻ്റാണ് യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഞാനിപ്പം ഇങ്ങനെയാണ് യൂസ് ചെയ്യണത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കത് നാച്ചുറൽ ഫിനിഷ് കാണണം. എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് അല്ലാതെ ഞാൻ ഇടുമ്പോൾ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇട്ട് എന്ന് തോന്നും. അതുകൊണ്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പീച്ച് ഷെയ്ഡാണ് എൻ്റെ ഫേസിൽ ചേരണതെന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ഐ ഷാഡോ ഞാൻ കയ്യിലിങ്ങനെ ഫിംഗേഴ്സിൽ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴേക്കും അത് നാച്ചുറലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ഇടണേട്ടോ. ഒരു നാച്ചുറൽ ഫിനിഷ് തരാൻ വേണ്ടി മാത്രം, ആ ഒരു ലുക്ക് തരാൻ വേണ്ടിയാണ്. അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കുറേ മേക്കപ്പ് വ്ളോഗോ അല്ലെങ്കിൽ മേക്കപ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ പേജിൽ പോയിട്ട് പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ ഈ ഒരു മസ്കാരയായിട്ട് യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ മസ്കാരയുടെ പ്രൈമർ ഒന്നും യൂസ് ചെയ്യണില്ല. ബിക്കോസ് അതെനിക്ക് നാച്ചുറൽ ഫിനിഷ് തരുമല്ലോ, ലാഷസ് വെച്ച പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഈ ഒരു മസ്കാര യൂസ് ചെയ്ത് എത്രയല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതേപോലത്തെ കുറേ വീഡിയോസായിട്ടൊക്കെ ഞാൻ വരുമ്പോൾ എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് കോമെൻറ്റ് ചെയ്താൽ മതി കേട്ടോ. സോ വേറൊരു വീഡിയോ നാളെ കാണാം. ബൈ.